എല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോ നമസ്കാരം. ശശി ടിവിയുടെ പ്രിയപ്പെട്ട കുടുംബശ്രീ ജില്ലാ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ചേർന്ന് പരമയും പുതുമയും തലമുറ സംഘവും പാട്ടുപരിക്കലും LP സ്കൂളിൽ നടക്കുന്ന തത്സമയ ദൃശ്യത്തിലേക്ക് നിങ്ങൾക്ക് ഇവർക്ക് സ്വാഗതം. അവര് തീരുമാനിക്കുന്ന കാര്യങ്ങൾ ആ വീട്ടിൽ അത് പറയുമ്പോൾ തന്നെ നമ്മൾ പറയും, നീ ഈ പറഞ്ഞത് മാമ കേൾക്കണ്ട കേട്ടോ എന്നല്ലേ നമ്മൾ പറയാം. നീ പറഞ്ഞത് കൂട്ടുകുടുംബമാകുമ്പോ ഈ പറഞ്ഞത് മാമന്റെ ചെവിയിൽ എത്തണ്ട. ഇന്ന് ആ കുട്ടിക്ക് ആ വീട്ടിൽ എല്ലാവിധ സ്വാതന്ത്ര്യത്തോടു കൂടി അഭിപ്രായം പറയുവാനുള്ളൊരു വേദിയായി അണുകുടുംബങ്ങൾ മാറി. അണുകുടുംബങ്ങൾ മാറി അണുകുടുംബങ്ങളിൽ രണ്ടുപേരും ജോലിക്ക് പോകും. വൈകുന്നേരം വരുമ്പോൾ അമ്മയും അല്ലെങ്കിൽ കുഞ്ഞും അമ്മുമ്മയും മാത്രമേ ഉണ്ടാവൂ. അപ്പൊ ഈ അമ്മുമ്മയുടെ അടുത്ത് കുഞ്ഞിന് സംസാരിക്കുവാനോ അമ്മുമ്മയ്ക്ക് തിരിച്ച് കുഞ്ഞിന്റെ അടുത്ത് സംസാരിക്കുവാനോ പറയുവാനോ ഒരു സമയം. കാരണം കുഞ്ഞിന്റെ കയ്യിൽ എന്താ ഉള്ളത്? മൊബൈലാണുള്ളത്. ആ മൊബൈലിൽ വെച്ച് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ആര് വരും? ഈ അമ്മുമ്മ രാവിലെ 4 മണി തൊട്ട് അമ്മയും അച്ഛനും വരുന്നവരെ പറഞ്ഞ ഒരു വർത്തമാനവും ഇവര് കേൾക്കത്തില്ല. അപ്പൊ അമ്മുമ്മ വിചാരിക്കും, എന്നാൽ വീട്ടിനകത്ത് ഒരു വിളക്ക് കത്തിച്ച് ഇച്ചിരി നാമജാപം ജപിക്കാന്നൊക്കെ പറഞ്ഞ് അവിടെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മുമ്മ എന്ത് ചെയ്യും? ഈ ഇരിക്കുന്ന പഴയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചിന്തിക്കും. ഞാൻ ഇത്രയും നേരം പറഞ്ഞ് ഇതൊന്നും അവൻ കേട്ടില്ല, അവൻ എങ്ങോട്ടാ പോകുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അമ്മുമ്മ എന്ത് ചെയ്യും? ആ കാലും നീട്ടി ഇരുന്ന് വിളക്കും കത്തിച്ച് വെച്ച് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ കാലും നീട്ടി വൈകുന്നേരം ഒന്ന് വിശ്രമിക്കുന്ന സമയത്ത് ചുമ്മാ ഒന്ന് കാലിൽ തട്ടി ഇങ്ങനെ പാടും ഇങ്ങനെ, കണ്ടു കണ്ടങ്ങിയിരിക്കും ജനങ്ങൾ കണ്ടില്ലെന്നു നാടിക്കുന്നതും ഭവാൻ. ഇത് കേൾക്കുന്ന ചെറുപ്പമാണ് പറയാൻ തള്ളയെടുത്തോളം ഉണ്ടായിരിക്കും അല്ലേ? ഇതല്ലേ പുതിയ തലമുറയുടെ മാറ്റം. നമ്മള് ചർച്ച ചെയ്യാൻ ഇറങ്ങിയ ഒരു വിഷയം, ആ വിഷയത്തിന്റെ എല്ലാ ഭാഗ്യം ആദ്യം എന്താ പറയുന്നത്? കാരണം ഇവൻ ഇവിടെ എന്താ ചെയ്യുന്നത്? മൊബൈലിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, വോയിസ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മാമ്മയുടെ പാട്ട് ഏത് കേൾക്കുന്നത്? ഇവിടെ ഇരുന്ന് അമ്മാമ്മ കാര്യം ഇങ്ങനെ തട്ടി പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട് ഏതിലൂടെ? ഈ വോയിസ് മെസ്സേജിലൂടെ പോകുന്നത്. ഇത് കേൾക്കുന്ന കൊച്ചുമോൻ ആദ്യം അവിടെ നിന്ന് ആദ്യം ആരെടുത്താ പറയുന്നത്? അമ്മയുടെ അടുത്താ പറയുന്നത്. എന്നിട്ട് പിന്നെ അമ്മ അവരെടുത്തൊന്നും മിണ്ടാതിരിക്കാൻ പറ, ഞാൻ ഇതിനകത്തിരുന്ന് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തോണ്ട്. അതോടുകൂടി തലമുറകളുടെ പ്രശ്നം അവിടെ. തലമുറ നമ്മളെ വീട്ടിൽ നിന്നാണ് തുടങ്ങിയത്. ഈ വയസ്സ് പറഞ്ഞ കാര്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് ഇത് എത്തുന്നതിന് വയസ്സും പറഞ്ഞതാണ്. നമ്മളെ വീടുകളാണ് ലഹരിക്ക് അടിമയാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികളുടെ സ്വഭാവ മാറ്റം ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ നമ്മളുടെ കുട്ടിക്ക് ഒരു സ്വഭാവ മാറ്റം ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവാം ഒരു ദിവസം കൊണ്ട്, ചിലപ്പോൾ 2 ദിവസം കൊണ്ട്, ചിലപ്പോൾ പറഞ്ഞാൽ തിരുത്താൻ കഴിയാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവാം ഒരാഴ്ച കൊണ്ട്. വളരെ വേഗത്തിലുള്ള മാറ്റവും. പണ്ടൊക്കെ അത്രയും വേഗത്തിലുള്ള മാറ്റമൊന്നുമില്ല. ഈ അടുത്ത സമയത്ത് ഒരാളെടുത്ത് സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞത്, നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പോക്കറ്റ് മണി ആയിട്ട് എന്തൊക്കെ കിട്ടുന്നത്. ഇതുവരെയൊക്കെ അങ്ങനെയുള്ള ചിന്തയുണ്ട്. പോക്കറ്റ് മണി എന്നല്ല, സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ചിലപ്പോൾ 1 രൂപ ഉണ്ടാവത്തില്ല. പിന്നെ എന്റെയൊക്കെ പ്രായത്തിൽ ഞാൻ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഈ വീട്ടില് ഇച്ചിരി പറക്കിമാവൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പറക്കിമാവിൽ നിന്നൊക്കെ ഇച്ചിരി കശുവണ്ടി വീട് കിടക്കും. അതിൽ 10-15 എണ്ണമൊക്കെ ചിലപ്പോൾ എടുത്ത് കൊണ്ടുപോയി തൊട്ടടുത്ത കടയിൽ കൊടുക്കുമ്പോൾ അവിടെ നിന്ന് ഇച്ചിരി മിഠായി കിട്ടും. ആ മിഠായിയാണ്, ആ പറങ്ങിമാവിന്റെ കശുവണ്ടിയാണ് ആർക്കുള്ള പോക്കറ്റ് മണി. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നു. ഇന്നത്തെ തലമുറയുടെ പോക്കറ്റ് മണി എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ, ഫോൺ പേ. 5000 രൂപ ഇപ്പൊ ഗൂഗിൾ പേ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ആ സ്പോട്ട് ചെയ്യും. അപ്പോഴാണ് ഇവിടെ ഇരിക്കുന്ന എന്റെ അടുത്ത് ഒരു അത്യാവശ്യത്തിന് ഒരു 5000 രൂപ ഗ്രൂപ്പായിട്ടൊരു ടൂർ പോകാൻ തീരുമാനിച്ചു. ഇപ്പൊ ഒരു 5000 രൂപ എന്റെ അടുത്ത് ഇടാൻ പറയുന്നു. ഞാൻ അപ്പോഴേ 5000 ഇടുന്നു. അപ്പോഴാണ് വയസ്സ് അവിടെ നിന്ന് തട്ടിയിട്ട് പറഞ്ഞത്, എടാ എന്റെയും കൂടെ നിന്നിട്ടേ ഞാൻ വൈകുന്നേരം തരാം. അപ്പൊ സ്വാഭാവികമായിട്ടും വയസ്സിന്റെ ഞാൻ ഇടുന്നു 5000 10,000 രൂപയായി മാറി. അപ്പോൾ ആ +1 പഠിക്കുന്ന, +2 പഠിക്കുന്ന, 10ാം ക്ലാസ് പഠിക്കുന്ന, 9ാം ക്ലാസ് പഠിക്കുന്ന, അല്ലെങ്കിൽ 14 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഫോൺ പേയിലും ഗൂഗിൾ പേയിലും അവന്റെ അക്കൗണ്ടിലും 10,000 രൂപ ഒറ്റയടിക്ക് ചെലവാക്കാനുണ്ട് എന്നുള്ളത് ആ രക്ഷകർത്താക്കളുടെ ഒരു ശ്രദ്ധ കുറവാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ ചർച്ച ചെയ്യണം. അത്രയും രൂപ എങ്ങനെ എന്റെ മകന്റെ, എന്റെ മകളുടെ, അല്ലെങ്കിൽ അവന്റെ അക്കൗണ്ടിൽ അത്രയും രൂപ എങ്ങനെ വന്നു? നമ്മൾ പഠിക്കുന്ന സാഹചര്യത്തിൽ, നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ അത്ര രൂപ നമ്മുടെ അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്നോ, നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നോ, നമ്മുടെ പോക്കറ്റിൽ ഉണ്ടായിരുന്നോ എന്നുള്ളത് ആരാണ് ചിന്തിക്കേണ്ടത്? ആ വീട്ടിലെ രക്ഷകർത്താക്കൾ. ഇടയ്ക്ക് അവരുടെ ഗൂഗിൾ പേ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ചെക്ക് ചെയ്യണം. അതിലേക്ക് ക്യാഷ് അയക്കുന്നവരെയും വിഡ്രോ ചെയ്യുന്നവരെയും ആരൊക്കെയാണ് എന്നുള്ളൊരു ബോധ്യം. ഇപ്പോൾ ഒരാളും നേരിട്ട് കയ്യിലേക്ക് പൈസ കൊടുക്കുന്ന പരിപാടിയില്ല. ലഹരി അടിമയായവരും ലഹരി വിൽക്കുന്നവരും നേരിട്ട് പൈസ മേടിക്കുന്ന പരിപാടിയില്ല. നമ്മളെ നേരത്തെ വയസ്സ് പറഞ്ഞതുപോലെ എന്റെ മോനാണ് മിടുക്കൻ,
എന്റെ മോനെ ചീത്തയാക്കിയതാരാ? അത് എന്റെ മോന്റെ കൂട്ടുകാരൻ. ആ കൂട്ടുകാരന്റെ അമ്മ പറയുന്നത് എന്തുവാണ്? എന്റെ മോനെ ചീത്തയാക്കിയതാരാ? അവന്റെ കൂട്ടുകാരനാ. സ്വാഭാവികമായിട്ട് അവന്റെ കൂട്ടുകാരൻ ആരാ? എന്റെ മോനാ. അവന്റെ കൂട്ടുകാരൻ എന്റെ മോനും എന്റെ കൂട്ടുകാരൻ അവരുടെ മോനും. രണ്ട് കുടുംബത്തിലും രണ്ട് മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുത്. അങ്ങനെ പറയുന്നത് തന്നെ നമ്മൾ തെറ്റാണ് എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചു തുടങ്ങണം. എന്റെ മകൻ കാരണം ഈ സമൂഹത്തിൽ ഒരു 10 പേര് വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ, അവന്റെ കൂട്ടുകാരായിട്ടുള്ളവർ വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ, അവന്റെ കൂടെ കൂടിയ എന്റെ മോനും വഴിതെറ്റിയതാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അവിടെ ചിന്തിച്ചു തുടങ്ങിയാലേ ഇന്ന് ഈ കുടുംബശ്രീയും ഗവൺമെന്റും ഇവിടെ നടക്കുന്ന എല്ലാ ലഹരി വിരുദ്ധ പരിപാടികൾക്കും ഒരു പ്രതിഫലം അല്ലെങ്കിൽ ഒരു ഫലം കിട്ടണമെങ്കിൽ അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടൂ. അത് തലമുറ മാറ്റവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ പഴയ തലമുറ ഇങ്ങനെയായിരുന്നു, പുതിയ തലമുറ ഇങ്ങനെയായിരുന്നു എന്നുള്ള വർത്തമാനത്തിലേക്കൊന്നും പോയിട്ട് കാര്യമില്ല. നമ്മുടെ അടിസ്ഥാനം നല്ല രീതിയിൽ കെട്ടിപ്പടുക്കുവാനും ചിന്തിക്കുവാനും. നേരത്തെ വയസ്സ് പറഞ്ഞതുപോലെ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ ഈ അടുത്ത സമയത്ത് വയല സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരടിയുണ്ടായി. പ്ലസ് 1 വിദ്യാർത്ഥികളും പ്ലസ് 2 വിദ്യാർത്ഥികളും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞങ്ങളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം ഏറ്റുമുട്ടിയിട്ടുണ്ട്. പ്ലസ് 1 പ്ലസ് 2 LG-യിലാണ് ഞാൻ പഠിച്ചത്. അവിടെ ഏറ്റുമുട്ടിയിട്ടുണ്ട്. പ്ലസ് 1 ഏറ്റുമുട്ടിയിട്ടുണ്ട്, പ്ലസ് 2 ഏറ്റുമുട്ടി. അതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നടന്നു ചെല്ലുമ്പോൾ ഇരിക്കുന്നത് ഇരിപ്പിടം. പ്ലസ് 2-കാർക്ക് ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ പ്ലസ് 1-കാരെ എണീച്ചിരുന്ന അവർ കോളർ പിടിച്ചങ്ങ് മാറ്റി വെക്കും. അപ്പൊ നമ്മൾ വിചാരിച്ച അങ്ങനെ അത്തരത്തിലുള്ള ഒരു തർക്കമാണ്, ഒരു അടി എന്നുള്ളതൊക്കെ പറഞ്ഞാൽ അവിടെ തീരും, സ്കൂളിൽ തീരും. ഇത് സ്കൂളിൽ തീർന്നില്ല, ആ അടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. അങ്ങനെ എനിക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിയും ആ കേസിൽപ്പെട്ട് സ്റ്റേഷനിൽ വന്നു. ഞാൻ അവിടെ ചെന്ന് സർക്കിളിന്റെ റൂമിൽ ചെന്നു. സർക്കിളിനെ കണ്ടു. സാറേ, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, എനിക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടി ഈ കേസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. സർക്കിൾ എടുത്തിട്ട് രേഖകൾ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനടക്കമുള്ളവർ ഞെട്ടി. അവിടെ അടി ഉണ്ടായത് എന്തുകൊണ്ടാ? അടി ഉണ്ടായത് സ്കൂളിലെ യാതൊരു വിഷയവുമല്ല. അവിടെ അടി ഉണ്ടായത് ഒരു സോഷ്യൽ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, അങ്ങനെ സോഷ്യൽ മീഡിയകൾ പലതുണ്ട്. അതിനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ 3 ഗ്രൂപ്പ് ഉണ്ട്. ഒന്ന് പ്ലസ് 1-ന് ഒരു ഗ്രൂപ്പ്, പ്ലസ് 2-ന് ഒരു ഗ്രൂപ്പ്, അങ്ങനെ 2 ഗ്രൂപ്പ് അതിനകത്തുണ്ട്. ഈ 2 ഗ്രൂപ്പിൽ ആളുകളൂടെ ചേരുന്ന മൂന്നാമത്തെ ഒരു ഗ്രൂപ്പുണ്ട്. ഇനി ഈ ഗ്രൂപ്പുകളുടെ പേര് ഇതിനകത്തൊക്കെ എല്ലാത്തിലും നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ കുടുംബശ്രീ ചടയമംഗലം CDS, നമ്മള് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും ഉദ്യോഗസ്ഥരെല്ലാം കൂടെ ചേർന്ന ചടയമംഗലം ടീം, പിന്നെ മെമ്പർമാരുള്ള ചടയമംഗലം മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ്. അങ്ങനെ ഗ്രൂപ്പുകൾക്ക് നമ്മൾ ഓരോ പേരുണ്ടാക്കിയിട്ടുണ്ട്. ഈ പിള്ളേർക്കുള്ള ഗ്രൂപ്പുകളുടെ പേര് കേൾക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത്. ഒരു ഗ്രൂപ്പിന്റെ പേര് നരാച്ചി. എന്തിനാ നിങ്ങൾക്ക് അറിയാമോ? പ്ലസ് 1-ലെ ഒരു ഗ്രൂപ്പിന്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിന്റെ പേര് നരാച്ചി. വേറൊരു ഗ്രൂപ്പിന്റെ പേര് കോക്കാച്ചി. അത് പ്ലസ് 1-ന്. ഇത് 2 പേരും കൂടെ ചേരുന്നത് ഇപ്പൊ ഇറങ്ങിയ ഒരു പുതിയ സിനിമയുടെ പേരാണ് മാർക്കോ ഗ്രൂപ്പ്. എന്ന് പറഞ്ഞാൽ 2 ഗ്രൂപ്പിൽ ആരെങ്കിലും തെറ്റ് കാണിച്ചാൽ അടിക്കാൻ വേണ്ടി ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന മൂന്നാമത്തെ ഗ്രൂപ്പ്. ഇവരാണ് എന്ത് ചെയ്യുന്നത്? കൺട്രോൾ കമ്മീഷൻ. ഇവർ 2 പേരിൽ ആരാണോ തെറ്റ് ചെയ്ത് അവരെ കൊന്നു കളഞ്ഞേക്കാണ് പറയുന്നത്. അവനെ തീർത്തേരെ ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ആ ഗ്രൂപ്പിലെ മെസ്സേജുകൾ മുഴുവൻ ആ പാവപ്പെട്ട ഒരു വിദ്യാർത്ഥി, ഞാൻ പറഞ്ഞില്ലേ, ഒരു വിദ്യാർത്ഥി പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി കടക്കൽ ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്ന ഒരു മെസ്സേജ് കണ്ടിട്ടാണ്, അവരെ തീർത്തേരെ എന്നൊരു മെസ്സേജ് കണ്ടിട്ടാണ് ഈ കുട്ടികൾ മുഴുവൻ അവിടുന്ന് വണ്ടി, ജീപ്പും കാറും വിളിച്ചാ പോയത്. ആ ബസ് സ്റ്റാൻഡിൽ കൊണ്ടിട്ട് അടിച്ച് അവിടുത്തെ പോലീസുകാർ കേസെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അവർക്ക് പാസ്പോർട്ട് കിട്ടത്തില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. ഇന്ന് ഈ കേസ് തീരണം. 18 വയസ്സ് തികഞ്ഞവർക്ക് ആർക്കും പാസ്പോർട്ട് കിട്ടത്തില്ല. ആ കുട്ടികളുടെ ജീവിതം അവിടെ പൊലിഞ്ഞു എന്നുള്ളതാണ്. അവരുടെ ജീവിതം അവിടെ പൊലിഞ്ഞു. ആ കുട്ടികൾക്ക് ഒന്നും പാസ്പോർട്ട്. എന്നിട്ടും PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അടിച്ച കുട്ടികളുടെ രക്ഷകർത്താക്കൾ വന്ന് പറയുന്നത് എന്റെ മകനെ ഇവര് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയെന്നാ പറയുന്നത്. എന്റെ മകനെ ഇവര് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയാണ് ഈ കേസിൽ പെടുത്തിയതെന്നാ പറയുന്നത്. PTA പ്രസിഡന്റിന്റെ മകൻ ഉൾപ്പെടെ, PTA പ്രസിഡന്റ് ഉൾപ്പെടെ പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ സമൂഹം മാറി. പുതിയ തലമുറയ്ക്ക് ഒരു മാറ്റം വന്നു. ആര് പറഞ്ഞാലും കേൾക്കാത്ത എന്ന് പറയാം. പക്ഷെ ആ മാറ്റം നമ്മൾ വീടുകളിൽ നിന്നേ അത് മാറ്റിക്കൊണ്ടുവരണം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കുട്ടികളുടെ വാശി, നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ, അവർ ഉപയോഗിക്കുന്ന വസ്തുവിൽ, അവര് ചിലപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്ന സ്പ്രേയുടെ മണം, ഇന്ന് അവര് സ്പ്രേ എടുത്തടിച്ചു, നാളെ അവൻ പുറത്ത് പോയിട്ട് വരുമ്പോൾ ആ സ്പ്രേ കൊള്ളൂല അമ്മ, എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ എന്നാ അത് കൊള്ളത്തില്ല, നീ ഇത് മേടിക്ക് എന്ന് പറഞ്ഞാണ്
നമ്മൾ അത് കൊടുത്ത് കുട്ടികളെ കൊണ്ട് അത് മേടിച്ച് കൊണ്ടുവരുന്നത്. നമ്മുടെ വയസ്സായ അമ്മമാരുടെ അടുത്ത് ഒരു കുറച്ച്, അല്ലെങ്കിൽ അപ്പൂപ്പന്മാരുടെ അടുത്ത് കുറച്ച് സമയം ഒരു വർത്തമാനമായി ബന്ധപ്പെട്ട ഒരു കഥ പറച്ചിലിൽ പോലും ഇരിക്കുവാൻ അവർക്ക് സമയമില്ലാതെ ആയി മാറുന്നത്. അതാണ് തലമുറ മാറ്റവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. പിന്നെ പുതിയ തലമുറയെ പറ്റി ഇവിടെ വയസ്സ് പറഞ്ഞു, സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ശരിക്കും ഇപ്പോഴത്തെ തലമുറ തന്നെയാണ്. പഴയ തലമുറയ്ക്ക് അത്രയ്ക്ക് സ്വാതന്ത്ര്യമൊന്നും അനുഭവിക്കാനോ ഒന്നും ഒരവസരമൊന്നുമില്ല. ഇവിടെ ഇരിക്കുന്നവർ എത്ര പേരുണ്ട് പഴയ തലമുറയിൽ സിനിമാ തിയേറ്ററിൽ പോയി സിനിമ ചെറുപ്പകാലത്ത് കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? സിനിമ കൊട്ടകേന്നെങ്കിൽ പണ്ട് പറയുന്ന ഒരു ഓല കെട്ടിടം, ഒരു 50 വയസ്സിന് മുകളിലോട്ടുള്ള അല്ലെങ്കിൽ ഒരു 60 വയസ്സിന് മുകളിലോട്ടുള്ള എത്ര പേര് ആ സിനിമാ കൊട്ടകയിൽ പോയി സിനിമ കണ്ടിട്ടുണ്ട്? എത്ര പേര്? ഇത്രയും പേരിൽ ഒരാൾ മാത്രമാണ് കൈമുക്കിയത്. എന്നാ പോട്ടെ, നമ്മളൊക്കെ ഒരു 10 വയസ്സിന് 20 വയസ്സിനും ഇടയിലുള്ള ഇവിടെ ഇരിക്കുന്നവർ, അല്ലെങ്കിൽ പോട്ട് 30 വയസ്സിന് താഴെ ഇരിക്കുന്നവർ, ഒരു 10 വയസ്സിനുള്ളിൽ എങ്കിലും സിനിമാ കൊട്ടകയിൽ പോയിട്ടുള്ളവർ എത്ര പേരുണ്ട്? സിനിമാ തിയേറ്റർ എത്ര പേരുണ്ട്? ഇവിടെ ഇരിക്കുന്നവര് തന്നെ 4 പേരുണ്ട്. അപ്പൊ അത്രയും ചെറുപ്പക്കാരെ വിളിച്ചാൽ ഭൂരിഭാഗം ചെറുപ്പക്കാരും. അതൊരു തലമുറയുടെ മാറ്റമാണ്. നമ്മുടെ തലമുറയിൽ അല്ലെങ്കിൽ പഴയ തലമുറയിൽ രാവിലെ ഇറങ്ങി ജോലിക്ക് പോയി കൊയ്യാൻ പോയിട്ട് വന്നാല് അവരുടെ ജീവിതം കരിപിടി. ഇന്നത്തെ തലമുറയിൽ ഇന്ന് കഴിഞ്ഞ നമ്മൾ പറയുന്നത് എന്താണ്? എനിക്ക് കിട്ടാത്ത സൗഭാഗ്യം ആർക്ക് കിട്ടണം? എന്റെ മക്കൾക്ക് കിട്ടണം. എനിക്ക് കിട്ടാത്ത സൗഭാഗ്യം എന്റെ മക്കൾക്ക് കിട്ടണം. പണ്ട് ഞാനൊക്കെ കാഷ്യൂ ഫാക്ടറിയിലൊക്കെ യൂണിയൻ പ്രവർത്തനത്തിന് പോകുന്ന ആളാണ്. കാഷ്യൂ ഫാക്ടറിയിലെ അവരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് യൂണിയൻ പ്രവർത്തനങ്ങളിലെല്ലാം ഇടപെട്ട് ഏതാണ്ട് ഒരു 5-6 വർഷമായി കാഷ്യൂ ഫാക്ടറിയുടെ യൂണിയന്റെ ചുമതലയൊക്കെ ആയിട്ട് ഇടപെട്ട് നിൽക്കുന്ന ഒരാളാണ്. ആ കാഷ്യൂ ഫാക്ടറിയിൽ ജോലിക്ക് വരുന്ന ഒരമ്മ പോലും എന്റെ മകൾ കാഷ്യൂ ഫാക്ടറിയിൽ ജീവനക്കാരാവാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരാണ്. ഒരു വ്യവസായം തകരും എന്നുള്ളത് അവർക്കും അറിയാം. കാരണം തൊഴിലാളികളില്ലാതെ ഒരു വ്യവസായം തകരും. പക്ഷെ അവര് പറയുന്നത് എന്റെ ജീവിതം ഈ കശുവണ്ടിക്കറിയിൽ മുങ്ങിപ്പോയെങ്കിലും എന്റെ മക്കളുടെ ജീവിതം അതിനു വേണ്ടി ഇടവരുത്തരുത് എന്നുള്ളതാണ്. ഒരു അംഗൻവാടി ടീച്ചർ അല്ലെങ്കിൽ ഒരു അംഗൻവാടി ടീച്ചറിന് തുല്യമാണ് അവിടുത്തെ ഒരു ആയയുടെ മകൻ. എനിക്ക് നേരിട്ട് അറിയാൻ ബോധ്യമുണ്ട്. ഞാൻ പോയി നേരിട്ട് കണ്ടത്. ഞാനും ചടയങ്ങളുടെ സർക്കിളും കൂടെ പോയി ആ റൂം തുറന്നു വിട്ടതാ. അവന് ഡ്യൂക്കിന്റെ ബൈക്ക് മേടിക്കാൻ വീട്ടുകാര് സമ്മതിക്കുന്നില്ല. ആയ പറഞ്ഞു, എനിക്ക് 2 ആൺമക്കളെ ഉള്ളൂ, എനിക്ക് ആ ഡ്യൂക്ക് ബൈക്ക് എന്റെ മകൻ മേടിക്കുന്നത് അവന് കൊലയ്ക്ക് കൊടുക്കുന്ന തുല്യമാണ്, അതുകൊണ്ട് ഞാൻ മേടിച്ച് നൽകില്ല. അവനെന്ത് ചെയ്തു? മാവേലി സ്റ്റോറിൽ നിന്ന് 1 കിലോ വറ്റമുളക് മേടിച്ച് ഒരു ചട്ടിയും കൂടെ മേടിച്ച് നേരെ വീട്ടിൽ ചെന്നിട്ട് ഒരു റൂമിനകത്ത് കയറി വീട് എല്ലാവരും കൂടെ അകത്തിട്ടിട്ട് വാതിലങ്ങ് കൂട്ടിയിട്ട് ആ വറ്റമുളകിനകത്ത് തീയും കത്തിച്ച് ചട്ടി കടത്തങ്ങ് വെച്ച് ആ വീട് മൊത്തം പുകഞ്ഞു. ബൈക്ക് മേടിച്ച് തന്നാലേ ആ റൂം തുറക്കത്തുള്ളൂ. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു? ഒരു ഓക്സിജൻ മാസ്കും കൂടെ എടുത്ത് മുഖത്ത് വെച്ചുകൊണ്ട് അവൻ ആ റൂമിൽ കിടന്നുറങ്ങി. ആ വീടിന്റെ പരിസരത്തും അതുമായി ബന്ധപ്പെട്ട് അവിടെ ആ ഒരു പ്രക്രിയയിലൂടെ അപ്പൊ അത്തരത്തിൽ വാശികൾക്കും അതുപോലെ തന്നെ പുതിയ തലമുറ മാറുന്നു എന്നുള്ളതാണ്. എന്നിരുന്നാലും നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടെന്ന് വെച്ചാൽ ഈ പൈസ പറഞ്ഞതൊക്കെയല്ല, കയ്യിൽ ചേർത്ത് പിടിച്ചെന്ന് പറഞ്ഞോ ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം നമ്മളെല്ലാവരും അനുവദിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പൊ ഒരുമിച്ച് സ്കൂളുകളിലും ട്യൂട്ടോറുകളിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അമിത സ്വാതന്ത്ര്യത്തിലേക്ക് പോകരുത് എന്നുള്ള ക്ലാസ്സുകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവർക്ക് നൽകുന്നത്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളെല്ലാം പഠിപ്പിക്കാറുണ്ട്. നിങ്ങൾക്ക് നമ്മൾ ബാഡ് ടച്ച് പഠിപ്പിക്കാറുണ്ട്. എന്താണ് ബാഡ് ടച്ച്, എന്താണ് ഗുഡ് ടച്ച്, ഇതൊക്കെ നമ്മൾ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കാറുണ്ട്. മറ്റു ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം നമ്മളെ കുട്ടികളുടെ അടുത്ത് പഠിപ്പിക്കാറുണ്ട്. എന്നാൽ അവരടുത്ത് നിങ്ങൾ ഇന്നത് ഉപയോഗിക്കരുത്, ഇന്ന സാധനം ഇന്ന ലഹരിയാണ്. ഇപ്പൊ ലഹരി പദാർത്ഥങ്ങളുടെ പേരൊന്നും ഒരിടത്തും പറയരുത് എന്നാണ് ഗവൺമെന്റ് എക്സൈസ് വകുപ്പൊക്കെ പറയുന്നത്. ഒരു ലഹരി വസ്തുവിന്റെയും പേരൊന്നും പറയരുതെന്നാണ്. ഞാൻ ഇന്നാലൊക്കെ കഴിഞ്ഞ ദിവസം ഈ പത്രത്തിലേക്ക് ഇങ്ങനെ വായിക്കുന്നത്, ഈ ജീവിതത്തിൽ ഇന്നൊരു MDMA ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ആ പേര് കാണുമ്പോൾ ഇത് നിരന്തരം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ വിചാരിക്കും ഈ സാധനം എങ്ങനെ ഇരിക്കും. അതൊരു ജിജ്ഞാസയാണ്, നമുക്കുള്ളൊരു ജിജ്ഞാസയാണ്. ഈ സാധനം എങ്ങനെ ഇരിക്കും, ഇത് കാണുക എന്നുള്ളൊരു ജിജ്ഞാസ. അത് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും എന്നൊരു ജിജ്ഞാസ. അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പരിണിത ഫലം അതിനകത്ത് ഉണ്ടോ എന്ന് അറിയുക എന്നുള്ള ജിജ്ഞാസ.
എല്ലാം പുതിയത് 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 എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വർത്തമാനത്തിലേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വൈസ് പറഞ്ഞതുപോലെ ഈ പരിപാടി അവസാനിക്കുന്നത് വരെയും ഇവിടെ ഇരിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. എന്തായാലും വേറെ പ്രോഗ്രാമുകളും നിലവിലുണ്ട്. എവിടെ പോയാലും ഓടി ഈ പരിപാടി അവസാനിക്കുമ്പോഴത്തേക്കും തിരിച്ചെത്താമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിസിനെ ക്ഷണിച്ചോളൂ. ബഹുമാനിയായിട്ടുള്ള യോഗത്തിന്റെ അധ്യക്ഷ, ചടയമംഗലം CDSന്റെ വൈസ് ചെയർപേഴ്സൺ ഷാലിമ, യോഗത്തിന് സ്വാഗതം ആശംസിച്ച ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് രാജു അവർ, ആശംസാ പ്രസംഗം നടത്തിയ ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ വിഷ്ണുരാജ്, ഏറെ പ്രിയപ്പെട്ട CDS മെമ്പർമാർ, ഏറെ ബഹുമാന്യരായിട്ടുള്ള നമ്മുടെ വാർഡുകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള രണ്ട് തലമുറയിലെയും പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ നമ്മുടെ ശ്രീജാനിലെ പ്രിയപ്പെട്ടവര്, വളരെയേറെ തിരക്കുള്ള ദിവസമാണ് ഇന്ന്. കാര്യം രാവിലെ 10 മണിക്കാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിരുന്നത്. പക്ഷെ അപ്പോൾ തന്നെ നമ്മുടെ മിനിസ്റ്റർ കൂടി പങ്കെടുത്തുകൊണ്ട് നമ്മുടെ രജിസ്റ്റർ ഓഫീസിന്റെ ഒരു ജനകീയ സമിതിയുടെ രൂപീകരണ യോഗം ഉണ്ടായിരുന്നു. അപ്പൊ ഈ രൂപീകരണ യോഗം എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ പോരയിടത്തെ പാറക്കോറിയുമായി ബന്ധപ്പെട്ട് പാറവിരുദ്ധ സമിതിയുടെ കുറച്ച് പ്രധാനപ്പെട്ട ആൾക്കാര് സംസാരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ നിൽപ്പുണ്ട്. അപ്പൊ ഞാൻ വരുന്ന 10 മിനിറ്റിനകം കുടുംബശ്രീ പ്രധാനപ്പെട്ട ഒരു പരിപാടിയുണ്ട്, പങ്കെടുത്തിട്ട് വരുന്നെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇരിക്കുമ്പം നല്ല ചൂടിലാണ് ഞാൻ ഇരുന്നത്. കാര്യം ഇവിടുന്ന് ചെല്ലാൻ താമസിക്കും തോറും മറ്റു വാർത്തകളായിരിക്കും പുറത്തോട്ട് പോകുന്നത് എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വളരെ വിശദമായി തന്നെ ഇവിടെ വൈസും വിഷ്ണു എല്ലാം ഈ യോഗത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എങ്കിലും വൈകിയാണെങ്കിലും നിങ്ങളെ എല്ലാവരെയും വന്ന് കാണാൻ പറ്റിയതിലുള്ള സന്തോഷം കൂടി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ പേര് തന്നെ പഴമയും പുതുമയും, രണ്ട് തലമുറയിൽപ്പെട്ട, പഴയ തലമുറയിൽപ്പെട്ടവരും പുതിയ തലമുറയിൽപ്പെട്ടവരും. ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പൊ കുടുംബശ്രീ ആയാലും ഗ്രാമപഞ്ചായത്ത് ആയാലും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഏറ്റെടുത്ത് നടത്തും. ആ പ്രോഗ്രാമുകൾ നടത്തുന്നതിന് വേണ്ടി മാത്രം കുറച്ചു പേര് പങ്കെടുക്കും, അല്ലെ? അങ്ങനെയല്ലേ? എന്താണോ ആ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശിക്കുന്ന ഫലപ്രാപ്തി ആ പ്രോഗ്രാമിന് ലഭിക്കാറില്ല. ഇപ്പൊ കുടുംബശ്രീക്ക് നിർദ്ദേശം കിട്ടും ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കണമെന്ന്, അവരെല്ലാവർക്കും അറിയിപ്പ് കൊടുക്കും. അറിയിപ്പ് കൊടുത്താൽ അവർക്ക് ഈ പരിപാടി നടത്തിയേ പറ്റുള്ളൂ. അപ്പം കുറച്ച് ആൾക്കാർ വരും, അത് വെച്ച് പരിപാടി നടത്തും. പക്ഷെ ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മുടെ എല്ലാ വാർഡിലുമുള്ള ഇത്തരത്തിലുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഒരു ദിവസത്തെ പ്രോഗ്രാം എടുത്തുകൊണ്ട് അവർ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിനോടൊപ്പം ചേർത്ത് പറയാനുള്ളത്, ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ മാസം വയോജന കലോത്സവം സംഘടിപ്പിച്ചു. വളരെ വിപുലമായാണ് വയോജന കലോത്സവം സംഘടിപ്പിച്ചത്. 60 വയസ്സ് കഴിഞ്ഞവരെയാണ് നമ്മൾ ആ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിരുന്നത്. അതും ഇതുപോലെ തന്നെ 15 വാർഡിൽ നിന്നും 10 പേര് വന്നാൽ തന്നെ 150 പേര് പങ്കെടുക്കാനുള്ള യോഗമാണ്. എങ്കിലും വളരെ മോശമല്ലാത്ത രീതിയിൽ ഗ്രാമപഞ്ചായത്ത് ആ പരിപാടി സംഘടിപ്പിച്ചു. അപ്പൊ ഞാൻ ഈ പറഞ്ഞത്, ഓരോ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചായാലും ഇതുപോലെ ജില്ലാ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ചായാലും നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കായാലും വയോജനങ്ങൾക്കായാലും അല്ലെങ്കിൽ കുറച്ചുകൂടി അതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട കുറച്ച് ആൾക്കാർക്കായാലും ഇതുപോലുള്ള ക്ലാസ്സുകളും മറ്റും സെമിനാറുകളും ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകര് അത് അറിയിപ്പ് കൊടുത്തുകൊണ്ട് അതാത് വാർഡുകളിൽ നിന്ന് ആ പറയുന്ന എണ്ണം ആൾക്കാരെയെങ്കിലും പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം. എങ്കിൽ മാത്രമേ കുടുംബശ്രീ മിഷനും നമ്മുടെ സംസ്ഥാന സർക്കാരും എന്താണോ ഉദ്ദേശിക്കുന്നത് ആ പരിപാടിക്ക് പൂർണ്ണമായ ഫലപ്രാപ്തി ലഭിക്കുകയുള്ളൂ. നമ്മളിവിടെ നേരത്തെ വിഷ്ണു സംസാരിച്ചത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. നമ്മുടെ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചാല് ആ ക്യാമ്പയിനിലും ഇതുപോലാണ്. അവിടുന്ന് കുറച്ച് കുട്ടികളെയോ അല്ലെങ്കിൽ രക്ഷിതാക്കളെയോ പങ്കെടുപ്പിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. അത് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്താലും കുടുംബശ്രീ ഏറ്റെടുത്താലും അത്തരത്തിലാണ് നടക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മുടെ എടുത്തു പറയാൻ പറ്റുന്ന നമ്മുടെ സാക്ഷി ടി വി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സാക്ഷി ടി വി ഒരു പഠനം തന്നെ
തന്നെ ലഹരി എന്ന ഒരു ക്യാമ്പയിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പൊ ആ ക്യാമ്പയിൻ ഇനിയിപ്പം സ്കൂൾ അവധിയാണ്, കുട്ടികൾക്കെല്ലാം സ്കൂൾ അവധി വരുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ക്യാമ്പയിനുകളിൽ കുട്ടികളെ എത്തിക്കുകയും കുട്ടികൾക്ക് കുറച്ചുകൂടി എല്ലാവരും ബോധവാന്മാരാണ് ഈ കാര്യത്തിൽ. പക്ഷെ എല്ലാവരും ബോധവാന്മാരാണ്, രക്ഷിതാക്കൾ കൂടുതൽ കുട്ടികളോട് ഇത് പറഞ്ഞാലും ചില എന്താണ് ആ വസ്തുവിന്റെ മോഹം കൊണ്ടാണോ അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മുടെ പുതുതലമുറ എത്തിപ്പെടുന്നതാണോ എന്നറിയത്തില്ല. ഇപ്പൊ വളർന്നു വരുന്ന ഒരു വിഭാഗം തലമുറ 100-ൽ ഏകദേശം 90% യുവജനങ്ങളും ആ തരത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ സമയങ്ങളിലെല്ലാം തന്നെ നമ്മൾ പത്രവും മാധ്യമങ്ങളും എല്ലാം എടുത്ത് പരിശോധിച്ചാൽ അതുമൂലം ഉണ്ടാകുന്ന ആക്രമണങ്ങളും വീടുകളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും നമ്മുടെ പ്രായമുള്ള ആൾക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ഇന്നലെ തന്നെ ഒരമ്മയാണ് സ്വന്തം മകനെ പോലീസിന് പിടിച്ചു കൊടുത്തത്. അപ്പൊ ഒരു പ്രസവിച്ച അമ്മ, ഇവിടെ ഇരിക്കുന്ന ഏറെ ആൾക്കാരും അത്തരത്തിലുള്ള പിന്നെ മക്കളുള്ളവരാണ്. അപ്പം ഒരു അമ്മ ഒരു മകനെ പ്രസവിച്ച് വളർത്തിയ ഒരമ്മ മകനെ പിടിച്ച് പോലീസുകാരെ ഏൽപ്പിക്കണമെങ്കിൽ ആ അമ്മ ഈ കാലങ്ങളിൽ അത്രയും അനുഭവിച്ച ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ സാധിക്കും. അപ്പൊ അത്തരത്തില് നമ്മുടെ ഇനിയുള്ള തലമുറയെങ്കിലും, ഇനി വളർന്നു വരുന്ന തലമുറയെങ്കിലും ആ രീതിയിൽ പോകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ എല്ലാവരും, ഒരാളെന്നല്ല എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ ഈ പരിപാടി അതുമായി യാതൊരു ബന്ധവും ഉള്ളതല്ല. ഇവിടെ നേരത്തെ വിഷ്ണു അടക്കം പറഞ്ഞതുപോലെ പഴമയും പുതുമയും നമ്മുടെ 2 തലമുറ, നമ്മളെ മക്കളും അല്ലെങ്കിൽ അമ്മൂമ്മമാരും ഒക്കെ ചേർന്നുകൊണ്ട് നടത്താനുള്ള പ്രോഗ്രാമാണിത്. നമ്മുടെ നേരത്തെ ഇവിടെ നിങ്ങൾ അഭിപ്രായം പറഞ്ഞതുപോലെ അടുക്കളകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങളും ഞാനും നിൽക്കുന്നത്. നമ്മളെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ പുറകിലാണ്. ഫാസ്റ്റ് യുഗം, ഫാസ്റ്റ് ഫുഡും ഫാസ്റ്റ് യുഗവും. അപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് ആർക്കും സമയമില്ല. ആ സമയമില്ലാത്തതിന്റെ സാഹചര്യത്തിൽ തന്നെ നമുക്ക് വീടുകളിൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു. ആ ബന്ധങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അവിടെയാണ് നമുക്ക് പഴമ എന്ന് പറയുന്ന ഒരു സംസ്കാരം കേരളത്തിന് അന്യമായി കൊണ്ടിരിക്കുന്നത്. ഇപ്പോ കുറച്ച് മുമ്പോട്ടുള്ള കാലത്തിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു സമൂഹം നഷ്ടമായിരുന്നു. ഇപ്പൊ വീണ്ടും ന്യൂജനിലെ വീണ്ടും പഴമയെ കൊണ്ടുവരുന്നതിന് അത് പിന്നെ എനിക്ക് തോന്നുന്നു ഈ മാധ്യമങ്ങളെ എടുത്തു കാണിക്കാനോ അല്ലെങ്കിൽ മൊബൈലിലൂടെ ഓരോ പിന്നെ എന്താണത് റീൽസ് ചെയ്യുന്നതിന് മാത്രമായി പഴമ ഒതുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് മൊബൈലൊക്കെ എടുത്തു നോക്കിയാൽ കൊച്ചുമക്കളൊക്കെ വന്നിരുന്നിട്ട് അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ ഒക്കെ ഫോട്ടോ പിടിച്ച് അതിനകത്തിരുന്ന സ്നേഹം അതിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. അല്ലാതെ പഴയതുപോലെ അമ്മൂമ്മയെന്നോ അപ്പൂപ്പനെന്നോ അല്ലെങ്കിൽ മറ്റ് അതിലും കുറച്ചുകൂടി ഉയർച്ചയുള്ള ബന്ധങ്ങളിലേക്കോ പോകുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയുള്ള നമ്മളെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ശേഷം വരുന്നവരായാലും വളർന്നു വരുന്ന ഇനിയുള്ള തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പ്രായമുള്ളവരും അല്ലാത്തവരുമായ ആൾക്കാരെല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് നഷ്ടമായ നമ്മുടെ കേരളത്തിന്, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന നമ്മുടെ കേരളത്തിന് നഷ്ടമായി കൊണ്ടിരിക്കുന്ന പഴയ തലമുറയെ തിരിച്ചു കൊണ്ടുവരുന്ന, പഴമയെ തിരിച്ചു കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. അതിലൊരു ചുവടുവയ്പ്പാണ് നമ്മുടെ ചടയമംഗലം CDS എപ്പോഴും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ, മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ഭരണസമിതിയാണ്. തീർച്ചയായിട്ടും അവരോടൊപ്പം നമുക്കും കൈകോർത്ത് ഇനി വരുന്ന സാഹചര്യത്തിൽ അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം. നിങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ 15 ഭരണസമിതി അംഗങ്ങളും കൂടെ ഉണ്ടാവുമെന്ന് ഭരണസമിതിക്ക് വേണ്ടി പറഞ്ഞുകൊണ്ട് പങ്കെടുത്ത മുഴുവൻ പേർക്കും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഈ ഒരു വലിയ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പഴമയും പുതുമയും തലമുറ സംഗമത്തിന്റെ തത്സമയ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. യോഗയെക്കുറിച്ച് കുറച്ച് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഹോമിയിൽ നിന്ന് ഡോക്ടർ എത്തിയിട്ടുണ്ട്. ഡോക്ടറെ ക്ഷണിച്ചുകൊള്ളുന്നു.